എമ്പുരാന്റെ റീ എഡിറ്റ് പതിപ്പ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ എത്തും. വിവാദ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റിയ ശേഷമുള്ള എമ്പുരാന്റെ പ്രദർശനത്തിന് ഒരുങ്ങുകയാണ്. സാങ്കേതിക ജോലികൾ പൂർത്തിയായാൽ പുതിയ പതിപ്പ് പ്രദർശിപ്പിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ദേവിക ചേരുന്നുണ്ട്. ദേവിക, രാവിലത്തെ ഷോകളിൽ പഴയ പതിപ്പ് തന്നെയായിരിക്കും അല്ലേ പ്രദർശിപ്പിക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപിക, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലുള്ള ബ്രഹ്മാണ്ഡ ചിത്രമായ ഈ എമ്പുരാൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. വലിയ പ്രതീക്ഷയോടെ ഈ പ്രേക്ഷകർ ഏറ്റെടുത്ത ഈ ചിത്രം ആദ്യ ദിനത്തെ റിലീസ് കഴിഞ്ഞപ്പോൾ തന്നെ വലിയ വിവാദങ്ങളിലേക്കാണ് വഴി തുറന്നത്. ഈ ഗുജറാത്ത് കലാപത്തിന്റേതുൾപ്പെടെയുള്ള ചില റെഫറൻസുകൾ ഇത്തരത്തിൽ ഈ സിനിമയിലുള്ളതാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ഈ വിവാദങ്ങൾക്കും ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്കൊക്കെ ശേഷം ഇത്തരത്തിൽ മോഹൻലാലിന്റെ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണവും നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ഇന്നലെയോടെ ഇത്തരത്തിൽ ഈ എഡിറ്റ് ചെയ്ത പതിപ്പ്, റീ എഡിറ്റ് ചെയ്ത പതിപ്പ് കാണികളിലേക്ക് എത്തുമെന്നായിരുന്നു നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഈ റീ എഡിറ്റിംഗിന് അനുമതി നൽകാൻ വേണ്ടി അവധി ദിനമായിരുന്നിട്ട് കൂടി സെൻസർ ബോർഡ് യോഗം ചേരുകയായിരുന്നു. എന്നാൽ ഇന്നലെ സാങ്കേതിക തടസ്സങ്ങൾ കാരണം കാണികളിലേക്ക് റീ എഡിറ്റഡ് പതിപ്പ് എത്തിയിരുന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം റീ എഡിറ്റഡ് പതിപ്പ് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ, സാങ്കേതിക തടസ്സങ്ങളൊന്നും നേരിട്ടില്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ റീ എഡിറ്റഡ് പതിപ്പായിരിക്കും എത്തുക. 2 മിനിറ്റോളമുള്ള ഭാഗങ്ങൾ വെട്ടിമാറ്റിയ, വിവാദ ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയ സിനിമയായിരിക്കും ഇന്ന് കാണികളിലേക്ക് ഉച്ചയ്ക്ക് ശേഷം എത്തുക. രാവിലെ എഡിറ്റഡ് അല്ലാത്ത പതിപ്പ്, പഴയ പതിപ്പ് തന്നെയായിരിക്കും പ്രദർശിപ്പിക്കുക. ഈ പ്രതിനായകന്റെ പേര് ഉൾപ്പെടെയുള്ളവ മാറ്റിക്കൊണ്ട് 18ഓളം ഭാഗങ്ങളിൽ ഈ പ്രതിനായകന്റെ പേര് പ്രതിപാദിക്കുന്ന ഇടങ്ങളിൽ റീഡബ് ചെയ്തും സംഭാഷണങ്ങൾ മ്യൂട്ട് ചെയ്തും ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന സീൻ ഉൾപ്പെടെയുള്ളവ മുറിച്ചു മാറ്റിയുമായിരിക്കും പുതിയ പതിപ്പ് തിയേറ്ററിലെത്തുക. പക്ഷേ ഇത്തരത്തിൽ ഈ വിവാദങ്ങളെല്ലാം കത്തി നിൽക്കുമ്പോഴും ഈ എമ്പുരാൻ വിജയ കുതിപ്പ് തുടരുകയാണ്. ആഗോള തലത്തിൽ 200 കോടി ക്ലബിൽ എമ്പുരാൻ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സിനിമ റിലീസ് ചെയ്ത 5 ദിവസങ്ങൾക്കുള്ളിലാണ് ഈ നേട്ടം. 200 കോടി ക്ലബിലെത്തിയ വിവരം മോഹൻലാൽ തന്നെയാണ് പങ്കുവച്ചത്. എന്തായാലും ഈ റീ എഡിറ്റഡ് പതിപ്പ് വരുമ്പോഴും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഈ എഡിറ്റ് ചെയ്യുന്നതിനെതിരെയും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ഉയരുന്നുണ്ട്. ഗോപിക.